എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ മിനിസ്റ്റർ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്ന് നമുക്ക് ഒരു കുട്ടി ഗസ്റ്റ് ഉണ്ട്. അശ്വന്ത് എസ് കുമാർ, ഒരു വലിയ പേരിനുടമയാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ഗസ്റ്റ്. അപ്പം അശ്വന്തിൻ്റെ വിശേഷങ്ങൾ, നല്ല ഒരു പാട്ടുകാരനും കൂടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അശ്വന്തിൻ്റെ നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് കുറച്ച് സമയം അങ്ങോട്ട് അടിച്ച് പൊളിക്കാം അല്ലേ. അശ്വന്തിൻ്റെ നല്ല കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ കാണും, അതെല്ലാം നമുക്കറിയാം. ഏതായാലും നമുക്ക് അശ്വന്തിനെ കുട്ടി മനസ്സിലൂടെ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഹായ് അശ്വന്ത്. ഹായ്. എന്തുണ്ട് അശ്വന്ത് വിശേഷം? കുഴപ്പമില്ലാതൊക്കെ പോകുന്നില്ലേ? അതറിഞ്ഞാൽ മതി, നമുക്ക് അതാണ് അറിയേണ്ടുന്നത്. അശ്വന്ത് എവിടെയാണ് വരുന്നേ? ചെറുവക്കിൽ നിന്നാണ് വരുന്നത് അല്ലേ? അശ്വന്ത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? കുഴപ്പമില്ല അല്ലേ? കുഴപ്പമില്ലപ്പോഴാ മൊത്തം കുഴഞ്ഞു പോയി അല്ലേ? മിടുക്കനാണോ പഠിക്കാൻ? ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ, അമ്പലംകുന്നിലാണ് പഠിക്കുന്നല്ലേ? ഓക്കെ. എന്നും അങ്ങനെ അടുത്ത് തന്നെയാണോ സ്കൂൾ, അതോ അടുത്ത് തന്നെ അങ്ങനെ നടന്നാണോ പോന്നെ? അല്ല, ബസ്സുണ്ട്. സ്കൂൾ ബസ്സിൽ പോയല്ലേ? ഓക്കെ. പഠിത്തമൊക്കെ നന്നായിട്ട് പോട്ടെ. അണക്ക് തന്നെ പാട്ടൊക്കെ പാടുമെന്ന് പറഞ്ഞല്ലോ അല്ലേ? മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഏത് മത്സരത്തിലാണ് പങ്കെടുത്തേ? ലളിതഗാനത്തിന് ഉണ്ട്, കർണാട്ടിക് മ്യൂസിക്കിനുണ്ട്, പിന്നെ മാപ്പിളപ്പാട്ടിനുണ്ട്. എനിക്ക് വയ്യ. മലയാള റെസിറ്റേഷൻ, പിന്നെ സംസ്കൃത റെസിറ്റേഷൻ. അതുകൊണ്ട് മൊത്തത്തിൽ വലിയൊരു കലാകാരനാണ് ഈ കുഞ്ഞു ഹൃദയത്തിനുള്ളിൽ. കുഞ്ഞു ഹൃദയവും കുഞ്ഞു ശരീരവും വലിയ കലാകാരനും ആണോ? ഓ, എനിക്ക് വയ്യ. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അശ്വന്തിന്റെ ഒരു പാട്ട് കേട്ടാലോ? ഒരു 4 വരി പാം അല്ലേ? അപ്പൊ ഈ അടുത്തിടെ കോമ്പറ്റീഷന് പങ്കെടുത്ത ലളിതഗാനാണല്ലേ? അപ്പൊ ലളിതഗാനം ഒന്ന് ഒരു 4 വരിയോട് പാടാം അല്ലേ? ഓക്കെ, പാടിക്കോ. ശ്രാവണ പൗർണമി താഴെ വന്നു, ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. മുറ്റത്തു നിൽക്കുമാ കറ്റക്കിടാവിനെ ഒത്തിരി ഇഷ്ടമെന്ന് ഓതിമല്ലേ, ഒത്തിരി ഇഷ്ടമെന്ന് ഓതിമല്ലേ. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. ഒരു തുമ്പപ്പൂവിൻ്റെ നറുചിരി പങ്കിടാൻ വേലിപ്പടി വരെ ഓടിയണഞ്ഞിടും. ഒരു തുമ്പപ്പൂവിൻ്റെ നറുചിരി പങ്കിടാൻ വേലിപ്പടി വരെ ഓടിയണഞ്ഞിടും. നാടൻ നന്മതൻ നല്ലയൽ വീട്ടിലെ നിർമ്മല ബാല്യത്തിൻ നെറുകയിൽ തെളിനിലാമലരുകൾ ചൊരിയുന്നു. ഇത്തിരി പൂവിനെ മുത്തിയുണർത്തുവാൻ ശ്രാവണ പൗർണമി താഴെ വന്നു. നലമെഴും കൈകൊണ്ട് ഉരിയരി നൽകുവാൻ നാടോടിക്കാറ്റിനെ മാടി വിളിച്ചിടും. നലമെഴും കൈകൊണ്ട് ഉരിയരി നൽകുവാൻ നാടോടിക്കാറ്റിനെ മാടി വിളിച്ചിടും. അമ്മയം കൈരളി പൊന്തിരി നീട്ടവേ ചന്ദനം തൂകുന്ന ചന്ദമായി
അടിപൊളി 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 കേട്ടോ. ഫസ്റ്റോ സെക്കൻഡോ? സ്കൂളിൽ ഫസ്റ്റ് ആയിരുന്നു, സഹോദരിക്കും ഫസ്റ്റ് ആയിരുന്നു, ഓക്കെ ഓക്കെ സ്റ്റേറ്റ് കലോത്സവി എ ഗ്രേഡ് ആയിരുന്നു. എ ഗ്രേഡ് ആയിരുന്നു. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. പാട്ടൊക്കെ പഠിക്കുന്നുണ്ടോ? ആ എത്ര കൊല്ലം പഠിക്കുന്നുണ്ട്? 2 വർഷം 2 വർഷം പഠിക്കുന്നുണ്ടല്ലേ? അവിടെ തന്നെയാണോ? ആണ്. ഓക്കെ. എന്തായാലും നല്ലൊരു അടിപൊളി കലാകാരനായിട്ട് നല്ലൊരു പാട്ടുകാരനായിട്ടൊക്കെ വരട്ടെ കേട്ടോ. താങ്ക് യു. ഓക്കെ. ഇത് നല്ല നല്ല പാട്ടുകളൊക്കെ പഠിക്കണം, പാടണം. അടുത്ത മത്സരങ്ങളൊക്കെ നമ്മൾ ഓരോ ക്ലാസ്സുകളിൽ കയറി പോകുന്നതോറും അതിനൊക്കെ നമ്മൾ നല്ല വൃത്തിയായിട്ട് പഠിക്കണം കേട്ടോ. സ്കൂളിലൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം? കൂട്ടുകാരും സ്കൂളും അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കെ എങ്ങനെയുണ്ടെന്ന്. ആ സ്വന്തമായിട്ട് ആലോചിച്ചാൽ പോരെ, ഞങ്ങളടുത്ത് പറയണം എങ്ങനെയുണ്ട് സ്കൂളൊക്കെ. സ്കൂള്, ഫ്രണ്ട്സ്, ടീച്ചേഴ്സ് അടിപൊളി. അടിപൊളിയാന്നോ? എല്ലാവരും അടിപൊളിയാന്നോ? സ്കൂളും അടിപൊളിയാന്നോ? അപ്പൊ അടിപൊളി അല്ലാത്ത ആരാ അവിടെ? ആരുമല്ല. ആരുമില്ല. ബെസ്റ്റ് ഫ്രണ്ട് ആരാ? അക്ഷജ്. അക്ഷജ്. അപ്പൊ അക്ഷജനെ പറയാതെ പോയി കഴിഞ്ഞാൽ അക്ഷജ് എടുത്തിട്ട് ഇടിക്കത്തില്ലായിരുന്നോ? ബെസ്റ്റ് ഫ്രണ്ടൊക്കെ പറയണ്ടേ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അക്ഷജാണ് അല്ലേ? അക്ഷജ് പാട്ടൊക്കെ പാടുവോ? ഇല്ല, ഫുട്ബോൾ കളി. ഫുട്ബോൾ കളിക്കും. രണ്ട് മേഖലയാണല്ലേ? അപ്പൊ സ്പോർട്സ്, ഒരാൾ ആർട്സും ഒരാൾ സ്പോർട്സും തിരഞ്ഞെടുത്തു അല്ലേ? വീട്ടിൽ ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പാട്ടൊക്കെ പാടാനായിട്ട്? എല്ലാരും സപ്പോർട്ട് ചെയ്യും. ആ ഓക്കെ ഓക്കെ. എങ്ങനെ പാട്ടൊക്കെ സ്വന്തമായിട്ട് പഠിക്കുവോ? അതോ ആരെങ്കിലും പഠിടാന്ന് പറഞ്ഞ് പഠിപ്പിക്കണോ? അല്ല, ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് എങ്ങനെ പാട്ടൊക്കെ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? പാട്ട് ഇഷ്ടപ്പെട്ട് പാട്ട് പഠിക്കുന്നതാണോ അതോ ആരെങ്കിലും പറഞ്ഞിട്ട് പഠിക്കുന്നതാണോ? അല്ല, ഞാൻ അത് കേട്ട് നോക്കിയിട്ട് കൊള്ളാമെങ്കിൽ നമ്മളങ്ങ് പഠിക്കും. സിനിമ പാട്ടുമൊക്കെ പാടുവോ? ഓക്കെ. പ്രോഗ്രാമിനൊക്കെ പാടാൻ പോകുന്നുണ്ടോ? പ്രോഗ്രാം പാടാൻ പോകുന്നുണ്ടോ? പ്രോഗ്രാമിന് സനൽ സാറ് നവരാത്രിക്ക് വിളിക്കും. നവരാത്രി പ്രോഗ്രാമിന് പോകും അല്ലേ? അവിടെ പോയി അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരും ഹാപ്പി ആയിട്ട് അല്ലേ? ഇപ്പൊ കലാകാരന്മാർക്ക് ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് അവർക്കങ്ങ് സങ്കടം വരും. അങ്ങനെ വല്ലതും വരാറുണ്ടോ? അങ്ങനെയൊന്നും ഇല്ലയോ? നുള്ളിയാ വരൂ. അപ്പൊ സങ്കടം വരണമെങ്കിൽ അങ്ങനെ വരാൻ വഴിയുള്ളൂ. സന്തോഷം വരുന്ന എപ്പോഴാ? സന്തോഷം. ഈ ദുഃഖം വരാനാ പാടില്ലേ? കൂട്ടുകാരുടെ അടി വിടാറുണ്ടോ? അപ്പോഴൊക്കെ സന്തോഷമാണോ അതോ ദുഃഖമാണോ? ദുഃഖമാണ് അല്ലേ? എന്ത് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ ദുഃഖം? അങ്ങനെ എന്ത് പറഞ്ഞാലും ദുഃഖമാ? ഒന്നും പറഞ്ഞാൽ ദുഃഖമില്ല. എന്ത് പറഞ്ഞാലും ദുഃഖമില്ല. അപ്പൊ ഞാൻ 2 വഴക്ക് പറയട്ടെ? അതെന്തേ? അതല്ലേ ദുഃഖം എന്ന് പറയുന്നത്. അതാണ് ദുഃഖം എന്ന് പറയുന്നത്. അപ്പം വിഷമം വരാറുണ്ട് അല്ലേ? അച്ഛനും അമ്മയൊക്കെ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുമ്പോഴേ ഏറ്റവും കൂടുതൽ നമുക്ക് സങ്കടം വരത്തില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണ്? അമ്മയാണ്. അപ്പം അമ്മ വഴക്ക് പറയുമ്പോൾ സങ്കടമൊക്കെ വരാറുണ്ടോ? അച്ഛൻ വഴക്ക് പറയാൻ സങ്കടം വരത്തില്ലേ? അതെന്തേ? അച്ഛൻ എന്നും വഴക്ക് പറയുക ഒരു പുതുമയല്ല നമുക്കതൊന്നും ഇല്ലേ? പിന്നെ അത് കേട്ട് കിടക്കുന്നത് അവന്റെ സൈഡ് മാറി പിടി എന്ന് പറയും അല്ലേ? ഓക്കെ. അച്ഛൻ അങ്ങനെ പാട്ടൊക്കെ ഇഷ്ടമല്ലേ? പാട്ടിനൊക്കെ കൊണ്ടുവന്നേ ആരാ? അപ്പൊ ഇവർ രണ്ടുപേരും അല്ല വരുന്നു കൊണ്ടുവന്നേ. അപ്പൊ അമ്മൂമ്മയാണ്. അമ്മൂമ്മ പാട്ടൊക്കെ പാടും? ചെറുതായിട്ട് പാടും. എന്നാ ഇനി ഉറക്കൊക്കെ പാടുന്ന അമ്മൂമ്മ? ഇടയ്ക്കൊക്കെ പറഞ്ഞു അമ്മമ്മ ഇനി ചോദിച്ചാൽ ഉറക്കൊക്കെ പാട്, ഞാൻ ഇത്രയൊക്കെ പാട്ടൊക്കെ പാടി വരുന്നില്ലേ, ഇത്രയൊക്കെ പ്രൈസ് മേടിച്ച് തരുന്നില്ലേ, ഇനി അമ്മ ഇങ്ങനെ ചെറുതായിട്ട് പാടിയാ പോരാ, ചേട്ടാ ഉറക്കത്തിൽ ഉറക്കെ പാടാൻ പറയണം. ഉറക്കത്തിലല്ല, ഉറക്കെ പാടാൻ പറയണം. അമ്മമ്മയാണ് പാട്ടൊക്കെ പഠിപ്പിക്കുന്നേ. ഓക്കെ. അമ്മയുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇപ്പൊ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ആരാണ്? അത് സാറാണ്. നമ്മൾ പഠിച്ചോണ്ട് പോവാന്നുള്ള ഡ്യൂട്ടിയാണ് നമ്മുടേത്. അതിനെ പോളിഷ് ചെയ്തെടുക്കുന്നത് സാറാണ്. സ്കൂളിലൊക്കെ എങ്ങനെ സ്റ്റാർ ആണോ? എനിക്ക് വയ്യ. എന്തൊരു സ്റ്റാറാ? ഗോൾഡൻ സ്റ്റാർ ആണോ സിൽവർ സ്റ്റാർ ആണോ? എന്ത് സ്റ്റാറാ? സിൽവർ സ്റ്റാർ. ഗോൾഡിലോട്ട് പോയില്ലേ? അതെന്ന് പോവും? കുറച്ചുകൂടെ കഴിയുമ്പോൾ പോകും. അവിടെ ഒരു ഉറപ്പുണ്ടല്ലോ പോവെന്നുള്ളത്. അത് മതി. നമ്മുടെ ദൃഢജ്ഞയാണ് അല്ലേ? തൽക്കാലം സിൽവറിലോട്ട് പോട്ടെ. ഗോൾഡിലോട്ടൊക്കെ പിന്നെ 8ാം ക്ലാസ്സിലൊക്കെ. അപ്പം 7th ആയുള്ളൂ. ഇനിയും ടൈമുണ്ട്. 8, 9, 10, 11, 12 അവസരങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അവിടെയൊക്കെ പോയി ഗോൾഡൻ മേടിച്ചോണ്ട് വരിക. അതൊക്കെ ഞങ്ങളെ ഓർക്കുവോ? ഇപ്പൊ സിനിമയിലൊക്കെ പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അനുഭവം? പെട്ടെന്ന് വിളിക്കുക, ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഈ പാട്ടൊക്കെ ഇട്ട് വിളിക്കുക, മോനെ നാളെ ഒരു സിനിമയിൽ പാടാൻ എനിക്കൊരു അവസരം തരാം, വരാവോ എന്ന് വെച്ചാൽ എന്ത് പറയും? എന്താ ചെല്ലുന്ന ഇവിടെ? ആണോ? അത് എളുപ്പമാണോ? അതെങ്ങനെ അറിയാം? ആ പാട്ട് പഠിക്കണം. അല്ല ഇപ്പൊ പഠിച്ചില്ലേ? ഇപ്പൊ ലളിതാനം പഠിച്ചിട്ടല്ലേ പാടിയത്? അതുപോലെ പഠിച്ചാ പോരെ അതും? അതെ. ഇപ്പൊ എന്തായാലും പെട്ടെന്ന് അങ്ങനെ ഒരു അവസരം കിട്ടട്ടെ കേട്ടോ. നന്നാറൊക്കെ താങ്ക് യു പറഞ്ഞ എനിക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞായിരിക്കും അല്ലേ? തരാന്നല്ല പറഞ്ഞ കിട്ടട്ടെ എന്ന് പറഞ്ഞേ. ഓക്കെ. അപ്പൊ എന്തായാലും അങ്ങനെ നല്ലൊരു അവസരമൊക്കെ കിട്ടട്ടെ കേട്ടോ. എന്തെങ്കിലുമൊക്കെ നമ്മുടെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും മുകളിലൊരാള് കേട്ടോ. ചിലപ്പോൾ അല്ല അവിടെ ഇവിടെ മുകളിലില്ല, നമുക്ക് കാണാൻ പറ്റാത്ത ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം ആ ആള് നമുക്ക് തീരുമാനം ഉണ്ടാക്കും. ശരി, നിന്റെ ആഗ്രഹം സാധിച്ചിരിക്കും. നാളെ മോനെ അശ്വന്തേ ഒരു കാര്യം ചെയ്യും, നീ നാളെ ഒരു വണ്ടി കയറി അങ്ങ് പോരെ, ഒരു പാട്ട് പാടി തന്നിട്ട് പോവാം സിനിമയിലാന്ന് പറഞ്ഞാൽ ഓടി പോവോ? പിന്നെ അല്ല, നമുക്ക് അവിടെ യാതൊരു പ്രശ്നവും ഇല്ല. മത്സരങ്ങളൊക്കെ പോകാനായിട്ട് മടിയുണ്ടോ? ഭയങ്കര എനർജിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര മടിയായിരുന്നു കേട്ടോ, പേടിയായിരുന്നു. മടിയല്ല, പേടിയായിരുന്നു. അങ്ങനെ പേടി വല്ലതും ഉണ്ടോ? ചിലപ്പം സ്റ്റേജിൽ കയറുമ്പോ ഒരു ചെറിയ പേടിയാണ്. അതെന്തിനാ പേടിക്കുന്നേ? അത് എല്ലാരെയും കാണുമ്പോ. ആദ്യമായിട്ടാണോ കാണുന്നത് എല്ലാരെയും? ഈ മൈക്കിനും വെച്ച് നിൽക്കുമ്പോഴാണോ കണ്ണു എല്ലാരും നമ്മൾ ആദ്യം കാണുന്നേ? പിന്നെ പേടിക്കുന്ന എല്ലാരും കാണുമ്പോ പേടി വരുന്നേ. അവരെല്ലാം ശ്രദ്ധിച്ച് നോക്കിയാൽ മതി, അപ്പൊ പേടി അങ്ങ് പോകും.
അവർ നമ്മളെ തുറിച്ചു നോക്കുമ്പോൾ നമ്മളും തിരിച്ചു നോക്കുക, എന്നിട്ട് ഇന്നങ്ങ് പാടുക. അത്രേ ഉള്ളൂ വരുത്. അല്ല നമ്മൾ അവർ പേടിച്ച് നമ്മൾ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ പേടിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ അവരെ കാട്ടി മുമ്പേ പേടിച്ച് താഴെ വീഴും. അവർ കണ്ണ് തുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ കണ്ണ് കളി അങ്ങ് നോക്കണം. പിന്നെന്ത് ചെയ്യുക, അവർ പിന്നെ അയ്യോ ചില്ലറ പുള്ളി അല്ല, സ്റ്റാർ ആണ് എന്ന് അവരൊക്കെ തീരുമാനിക്കും. അപ്പൊ ധൈര്യമായിട്ട് പാടിക്കൂടെ? ഓക്കെ. ടെൻഷനൊക്കെ വേണം, പാടുമ്പോൾ ടെൻഷൻ നല്ലതാണ് കേട്ടോ. പഠിക്കുമ്പോഴാണെങ്കിലും പാടുമ്പോഴാണെങ്കിലും ഒക്കെ നമുക്കൊരു ടെൻഷൻ നല്ലതാണ്. എന്തായാലും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ, അല്ലേ? ഒരു പാട്ട് പാടണമെങ്കിൽ നമ്മൾ എന്നാലും വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ തട്ടിക്കുട്ടി അവിടെ പോയി എന്തെങ്കിലുമൊക്കെ പാടിയാൽ മതി. ഇവിടെ പാടാൻ വന്നില്ലേ? ഇവിടെ പാടാൻ വന്നപ്പം തയ്യാറെടുപ്പെടുത്തോ? എടുത്തില്ലേ? ഇല്ല, ഇന്നലെ പറഞ്ഞത്. ആണോ? അതിന്റെ തയ്യാറെടുപ്പെടുക്കാൻ സമയം കിട്ടിയില്ലെന്നാണോ? പെട്ടെന്നൊന്ന് തട്ടിക്കൂട്ടി. പെട്ടെന്ന് തട്ടിക്കുട്ടിക്കൊണ്ടാണ് ഇവിടെ വന്നത്. അത് ശരി. ഈ തട്ടിക്കുട്ടി കൊണ്ടാണോ സ്കൂളിൽ പോയത്? അല്ലല്ല, അന്ന് സാറ് വന്ന് പഠിപ്പിച്ച ഇതല്ലേ അവിടെയും പാടിയത്, പ്രൈസ് മേടിച്ച പാട്ടൊക്കെ. അത് പിന്നെ ഇവിടെ പ്രശ്നമില്ലല്ലോ. ഇപ്പൊ തട്ടിക്കുട്ടിയെന്ന് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ നേരത്തെ കൂട്ടിയതാ. നേരത്തെ കൂട്ടി വെച്ചത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതല്ലേ ഉള്ളൂ. പിന്നെ തട്ടിക്കുട്ടിയതാന്ന് പറയണ്ടല്ലോ. ഇനി അങ്ങനെ പറയരുത്. നമുക്ക് തട്ടിക്കുട്ടി പരിപാടി ഇല്ല, നമുക്കെല്ലാം നേരത്തെ കൂട്ടി വെച്ചേക്കണം കേട്ടാ. ഓക്കെ മോനെ, ഇപ്പം 2026 അല്ലേ ഇപ്പം. അപ്പൊ ഈ വർഷമൊക്കെ അടിപൊളിയായിട്ട് ഒരുപാട് സ്റ്റേജുകളും പരിപാടികളും ഒക്കെ കിട്ടി. ഇപ്പൊ 25 നമ്മൾ 26 എത്തിയിരിക്കുകയാണ്. 25 വരെ ഉണ്ടായിരുന്ന ഒരു കലാകാരനാവരുത് 26 ആകുമ്പോഴത്തേക്കും ഈ വർഷം കേട്ടോ. ഒരുപാട് നല്ല അടിപൊളി ഉയരങ്ങളിലേക്ക് എത്തണം. നല്ല നല്ല ഒരുപാട് അവസരങ്ങളൊക്കെ ലഭിക്കണം. അതൊക്കെ നല്ല. ഇനി ഈ വർഷവും സ്കൂളിന്റെ മത്സരങ്ങളൊക്കെ വരും. ഇതിനെക്കാട്ടും ബെറ്റർ സോങ് എടുക്കുക, പാടുക, വിജയിക്കുക. എവിടെ എത്തണം നമ്മള്? ഫസ്റ്റ്. അല്ല, വേറൊരു സ്റ്റാറിന്റെ കാര്യം പറഞ്ഞില്ലേ? ഇപ്പൊ വേറൊരു സ്റ്റാർ നിൽക്കുമല്ലയോ? അവിടെ തട്ടിയ മോളിൽ പോണ്ടേ? ഏത് ഇവിടെ പോണം? അടുത്ത സ്റ്റാറിലോട്ട്. അടുത്ത സ്റ്റാർ ഏതാ? മെഗാ സ്റ്റാർ. അല്ല, ഗോൾഡ് സ്റ്റാർ, സിൽവർ, ഗോൾഡൻ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ. സൂപ്പർ സ്റ്റാർ അല്ലേ? അപ്പൊ നമ്മൾ അവിടെ എത്തണം. നമുക്ക് ഓരോ വർഷവും നമുക്ക് അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇഷ്ട ഭക്ഷണം എന്താണ്? അങ്ങനൊന്നുമില്ല, എന്ത് തന്നാലും കഴിക്കും. വീട്ടിൽ നിന്നും ചോറാ, പക്ഷെ ബിരിയാണി ഇഷ്ടം. ഇതെല്ലാം ഓപ്പോസിറ്റ് ആണല്ലോ. ഒരു ബന്ധമില്ലല്ലോ. എന്തായാലും ശകലം ബന്ധമുണ്ട്. എന്തായാലും അരി തന്നെയാണെന്നുള്ള കാര്യം മനസ്സിലായി. വീട്ടിലെന്നും ചോറാണ് അല്ലേ? പക്ഷെ ഇഷ്ടം ബിരിയാണിയാണ്. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയാനിപ്പം? ഇത് അമ്മയ്ക്കും അച്ഛനും അറിയാമോ ഈ കാര്യം? ഇഷ്ടമാണെന്ന് അറിയാമോ? വല്ലപ്പോഴും വല്ലപ്പോഴൊക്കെ വാങ്ങിക്കും. അല്ല, വല്ലപ്പോഴും വാങ്ങിച്ചാൽ മതി, ആ നല്ലത് കേട്ടോ. എന്നും ബിരിയാണി കഴിച്ചാൽ ശരിയാവത്തില്ല കേട്ടോ. അവളെ ബിരിയാണി പോലെ ആയിപ്പോവും കേട്ടോ. ഇതാ നല്ലത്, വല്ലപ്പോഴൊക്കെ കഴിക്കാൻ നല്ലത്. അല്ലെങ്കിൽ ആ ഇഷ്ടമൊക്കെ തീർന്നു പോകും കേട്ടോ. ഓക്കെ. രാവിലെ എത്ര മണിക്ക് എഴുന്നേക്കും? ഒരു 6 മണി. ഒരു 6 മണി. ഒരു 6 മണി ആയിക്കോട്ടെ, അങ്ങനെ പറയുകയാണോ? 6, 6:30 ആണ്. ഇപ്പൊ 6:30 ആയി. കുറച്ചുകൂടി ചോദിച്ചാൽ, ഒന്നുകൂടെ ശക്തി പിടിച്ച് ചോദിച്ചാൽ 7 ആവും. അപ്പൊ രാവിലെ എഴുന്നേറ്റ് എന്തൊക്കെയാണ് പരിപാടികൾ? രാവിലെ പല്ല് തേക്കും, കുളിക്കും, ഒരുങ്ങും, സ്കൂളിൽ പോകും. അത്രേ ഉള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് കഴിക്കാനങ്ങ് മറന്നു പോവില്ലേ? അയ്യോടാ, അത് ശരിയാവില്ല. വല്ല ഇച്ചിരി കഴിയും, തിരക്കിന്റെ ഇടയ്ക്ക് ചിലപ്പോ മറന്നു പോകും. ഇത് തന്നെ എല്ലാ ദിവസവും ഉണ്ടല്ലോ. ഒരാഴ്ചയാണ് ഈ തിരക്കുള്ളത്, ആലോചിക്കുക. ഇപ്പൊ ചുരുക്കി പറയും, ഒരാഴ്ചയും കഴിക്കാതിരുന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. കുറച്ച് കഴിക്കും. എന്തു കഴിക്കുന്നേ? രാവിലത്തെ എന്തെങ്കിലും ഒരു ശകലം. നിർബന്ധമൊന്നുമില്ല, എന്ത് തന്നാലും ഞാൻ കഴിച്ചോളാം അല്ലേ? അങ്ങനെയാണോ? വിനയമാണ് ആഹാരത്തിന്റെ അടുത്ത്. ഓക്കെ. എങ്ങനെ ചോറ് കൊണ്ടുപോകുമോ അതോ? കൊണ്ടുപോയിട്ട് പിന്നെ അവിടെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് സ്കൂളിൽ എത്ര മണിക്ക് വരും? വീട്ടിൽ വരുമ്പോ 4 മണിയാവും. 4 മണിയാവും. അത് കഴിഞ്ഞാൽ എന്തൊക്കെയാ പരിപാടി? അത് കഴിഞ്ഞിട്ട് കുളിക്കും, പിന്നെ ട്യൂഷനും. പിന്നെ ജോലി ഉണ്ടല്ലേ? ട്യൂഷൻ തൊട്ട് എത്ര മണിക്ക് വരും? ഒരു 7 മണി. എല്ലാവരും ഒരു വെച്ചുള്ള കളിയാന്നല്ലേ? ഏകദേശം കണക്കാ മൊത്തം അല്ലേ? 7, 7:30. 2 ടൈം ഉണ്ട് എല്ലാത്തിനും അല്ലേ? ചിലപ്പോ 7 മണിക്ക് വരും, ചിലപ്പോ 7:30 വരും. ചിലപ്പോ 7:30 വരും. 7:30 വന്നു കഴിഞ്ഞാൽ വീണ്ടും പഠിത്തമാണോ? അല്ല, കഴിക്കും. കഴിച്ചിട്ട് പിന്നെ കുറച്ചു നേരം പഠിക്കും, പിന്നെ പോയി കിടന്നുറങ്ങും അല്ലേ? ഫുൾ ലോഡാണ്. പിന്നെ പാട്ടൊന്നും പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല. ചുമ്മാ അതല്ല പിള്ളേർ സമയമില്ല എന്ന് പറയുന്നത്. ഇപ്പോഴാണ് കറക്റ്റായിട്ട് ഒരു ടൈം ടേബിൾ എനിക്ക് പിടികിട്ടിയത് കേട്ടോ. അപ്പൊ ശരിയാ, പ്രാക്ടീസ് ചെയ്യാൻ സമയമില്ല കേട്ടോ. അപ്പൊ എങ്കിലും നമ്മൾ അതിനുവേണ്ടി കുറച്ച് ടൈം കണ്ടെത്തണം. ഒരു 5 മിനിറ്റ് എങ്കിലും കണ്ടെത്തുക കേട്ടോ. നമ്മളെ കുളിക്കുന്ന സമയത്തോ ഫുഡ് കഴിക്കുന്ന സമയത്തോ എന്തായാലും പാടാനൊക്കത്തില്ല. കുളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ ഒരുങ്ങുന്ന സമയത്തോ പഠിച്ച പാടങ്ങളൊക്കെ ചുമ്മാ ഒക്കെ ഒന്ന് പാടിയൊക്കെ ഒന്ന് നോക്കുക. അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഒട്ടും പ്രാക്ടീസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ സ്റ്റാറിൽ എത്തേണ്ടതാണ്. അപ്പൊ നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. വീട്ടിലെല്ലാവരും നല്ല സപ്പോർട്ടല്ലേ? അനിയനോ ചേച്ചിയോ ചേട്ടനോ ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കസിൻസേ ഉള്ളൂ. അപ്പൊ അവരൊക്കെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് തരത്തില്ലേ? ഓക്കെ. സിനിമ പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? ഓക്കെ. ക്ലാസിക്കല് എത്ര വർഷം കൊണ്ട് പഠിക്കുന്നത്? അത് 2 കൊല്ലമാണോ? 2 കൊല്ലം ആണല്ലേ? ഇവിടെ വരെ പഠിച്ചു? വർണ്ണം എത്തിയോ അതെ വർണ്ണത്തിൽ പോയി എത്തിയോ? സംശയം പോട്ടെ. ഞാൻ മര്യാദയ്ക്കൊരു പയ്യനായിരുന്നു. എല്ലാം പഠിച്ച് കറക്റ്റായിട്ട് ലെവലാക്കി വന്നത് എല്ലാം തകർന്ന്. ഓക്കെ. എവിടെയെങ്കിലും ഒക്കെ എത്തട്ടെ. അപ്പൊ വർണ്ണമൊക്കെ എത്തിയല്ലേ? ഓക്കെ. അപ്പൊ വർണ്ണമൊക്കെ എന്നിട്ട് പാടി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ സ്കൂളിന്റെ കലോത്സവങ്ങളല്ലാതെ മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കണം. നമ്മൾ ഒന്നിനും ബാക്കിലോട്ട് ഇരിക്കണ്ട. പഠിക്കാനൊക്കെ എങ്ങനെയാണ്?
പഠിക്കാൻ ഇച്ചിരി പാടാ. പഠിക്കാൻ ഇച്ചിരി പാടാണോ? എന്താണ്? ക്വസ്റ്റ്യൻ ആൻസർ ഭയങ്കര പാടാ. ക്വസ്റ്റ്യൻ ആൻസർ ഭയങ്കര പാടാ. ഉത്തരം എളുപ്പമല്ലേ? ഉത്തരം എളുപ്പോ, പക്ഷെ അതിനകത്ത് വലിയ ആൻസർ. അതിനകത്ത് അർത്ഥം ഇച്ചിരി ഉള്ളു. വലിയ ആൻസർ ആണ്, അർത്ഥം ഇച്ചിരി ഉള്ളൂ. അയ്യോ, ഇത് മൊത്തത്തിൽ കുഴഞ്ഞു കിടക്കുവാന്നല്ലോ. ക്വസ്റ്റ്യൻ വലിയ പാടാണ്, ആൻസർ എളുപ്പമാണ്, എന്നാ ഇച്ചിരി ഉള്ളും താനോ അർത്ഥം അല്ലേ? എന്നാ പിന്നെ ഈ സാറി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? സാറ് ചോദിച്ചിട്ടുണ്ടോ ഇത് എപ്പോഴെങ്കിലും? ഇല്ല. ഇടയ്ക്ക് ഇൻട്രോൾ ടൈം കിട്ടത്തില്ലേ? അതൊക്കെ സാറത്തങ്ങ് ചോദിക്കണമെന്നേ. കട്ടി ക്വസ്റ്റ്യൻ, അതിനിടയ്ക്ക് ആൻസർ, വലിയ ആൻസർ അല്ലേ? അത് ഉത്തരം കറക്റ്റ് എന്ന് പറയാൻ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉള്ളും താനും. എന്താ ചെയ്യാ, പാട് തന്നെ അല്ലേ? അങ്ങനെയൊക്കെ അങ്ങ് പോവുക, തട്ടിമുട്ടിയൊക്കെ അങ്ങ് പോവുക അല്ലേ? ദുഃഖം ദുരിതമായിട്ടൊക്കെ അങ്ങ് പോവുക സ്കൂൾ ജീവിതം അല്ലേ? ഇതൊക്കെ വീട്ടിൽ അറിയുന്നുണ്ടോ? അവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഓക്കെ. ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? അമ്മൂമ്മയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി. അത് പറഞ്ഞിരുന്നു. എന്തുകൊണ്ട് അമ്മൂമ്മ എത്ര സ്നേഹം? അമ്മൂമ്മയുടെ കഥയൊക്കെ പറഞ്ഞു തരുമോ? പാട്ടൊക്കെ പാടിത്തരും, കഥ പറഞ്ഞു തരും അല്ലേ? ഓക്കെ, അതുകൊണ്ടാണല്ലേ? ഓക്കെ. അമ്മ പാട്ടൊക്കെ പാടിത്തരും അല്ലേ? പഠിപ്പിക്കുന്നൊക്കെ അമ്മൂമ്മയാണോ? അല്ല, പഠിപ്പിക്കുന്ന ഒരു സാറാ. മത്സരം കൊണ്ടുവന്നൊക്കെ അമ്മൂമ്മയാണ് അല്ലേ? അമ്മ അച്ഛനും വരും. ഇന്ന് അമ്മൂമ്മയാണോ കൊണ്ടുവന്നത്? ഓക്കെ. പിന്നെ പഠിച്ച് വളർന്ന് വലുതായിട്ട് ആരാകാനാണ് ആഗ്രഹം? ഇതുവരെ അങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു അല്ലേ? ഇവിടെ ഉത്തരം പറഞ്ഞേ പറ്റത്തോളും താനും. ആകെ പെട്ടല്ലോ. എന്ത് ചെയ്യും? ഡോക്ടർ. പെട്ടെന്ന് ആലോചിച്ചിടത്തെയാണോ? അപ്പം ഇനിയിപ്പോ എവിടെ ആര് ഇന്റർവ്യൂ വെച്ചാലും ഇനി ആരാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ വരത്തുള്ളൂ, ഡോക്ടർന്ന്. ഇപ്പൊ ഡോക്ടറാണെങ്കിൽ ഒരുപാട് കടമ്പകളൊക്കെ കടക്കണം. ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അതിനുള്ളൊരു മനക്കെട്ടി വേണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഉണ്ടോ ഒരു കലാകാരനെ സംബന്ധിച്ച്? അതില്ലയോ? ഇല്ലാത്തതാണ് ഡോക്ടറാകാൻ പോണത്. ആണോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഭാവിയിൽ ആരാകണം എന്നുള്ളത് വളരെ പോയിന്റാണ്. അത് ചിന്തിക്കണം. നമ്മുടെ ചുറ്റും നിരീക്ഷിച്ചാൽ മാത്രം മതി. അപ്പോൾ നമുക്ക് ഓരോ ജോലിക്കും നമുക്കത് നമ്മുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടത്? ആദ്യം നന്നായിട്ട് പഠിക്കണം. ആരാ പഠിക്കണ്ടേ? ഓക്കെ. പാട്ടിനോടൊപ്പം പഠിത്തവും കൊണ്ടുപോവുക കേട്ടാ. കുറച്ച് നാളുടെ കഴിയുമ്പോഴത്തേക്കിന് എക്സാം ആണ് അല്ലേ? എവിടുത്തെ എന്ത് എക്സാമാ? 8ലേക്കുള്ള അല്ലേ? ഓക്കെ. ഇപ്പൊ 8ലേക്കുള്ള എക്സാം ആണ്. 8ാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേന് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായി, വേറെ ലെവലായി. അപ്പം അപ്പോഴത്തേക്കിന് നമ്മൾ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പഠിച്ച് അതുപോലെ നല്ല സ്കൂളിലൊക്കെ പഠിച്ച് നല്ല മിടുക്കനായിട്ട് ഒരാളായിട്ട് വരണം. ഇനി നമ്മുടെ ഇന്റർവ്യൂ ഒക്കെ വിളിക്കുമ്പോഴത്തേക്കിന് അശ്വന്ത് എന്നൊക്കെ കേൾക്കുമ്പം എന്താ പറയാ, മുട്ടൻ വൈബായിരിക്കണം കേട്ടോ, വേറെ ലെവലായിരിക്കണം. അശ്വന്ത് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്നാ അശ്വന്താ വരുന്നൊക്കെ പറയുമ്പോൾ ഒരു വെറൈറ്റി ഇല്ലേ? ഓക്കെ. മാപ്പിളപ്പാട്ട് പാടത്തില്ലേ? അപ്പൊ അതിലൊരു 2 പേര് പഠിക്കോ? പാടി നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ ദൂതറിബ്രാഹിം ആദരപ്പൂവിൻ്റെ അഴകേറും തങ്കപ്പൂ പൂനാരി ഹാജറ. അമ്പിളിച്ചേലുള്ള അമ്പർമണമുള്ള ഇമ്പത്തരുണിയാൾ പൂമുത്ത് ഹാജറ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. മാപ്പിളപ്പാട്ടൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പം ക്ലാസിക്കൽ മ്യൂസിക്, ലൈറ്റ് മ്യൂസിക്, മാപ്പിളപ്പാട്ട്, മലയാള റെസിറ്റേഷൻ അല്ലേ? അപ്പൊ ഇതിൽ 3ലും നല്ല അഗ്രഗണ്യനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം, ചുരുക്കി പറഞ്ഞാൽ അല്ലേ? അപ്പൊ ഇനിയും നല്ല നല്ല ഉയരങ്ങളിലേക്ക് എത്തട്ടെ കേട്ടോ. 2 ചിറകൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നല്ല ചിറകൊക്കെ വെച്ച് എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്.